മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ഒരു വർഷത്തിലേക്കൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കൊറോണ കാലത്തും മരിക്കാതെ പുതിയൊരു വർഷം കാണാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിക്കുന്നതിനും കണ്ണടയ്ക്കുന്നതിനുമൊക്കെ ഒരർത്ഥമുണ്ട്. കണ്ണുകൾ നമ്മൾ അടച്ചു പിടിക്കുമ്പോൾ നമ്മൾ അറിയാതെ കർത്താവിനോട് പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ എല്ലാ കാഴ്ചകളിൽ നിന്നും മാറിയിട്ട് എൻ്റെ ഉൾക്കണ്ണ് തുറന്ന് എനിക്ക് നിന്നെ ഒന്ന് കാണണം. കരങ്ങൾ കൂപ്പിപ്പിടിക്കുമ്പോൾ നമ്മൾ അറിയാതെ കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ രണ്ട് കരങ്ങളും ചേർന്നിരിക്കുന്നത് പോലെ എനിക്ക് നിന്നോടൊന്ന് ചേർന്നിരിക്കണം. വലിയ ആഗ്രഹത്തോടെ, ഉള്ളിൽ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വശത്തിലേക്ക് ചേർന്നിരുന്ന യോഹന്നാനെ പോലെ അവൻ്റെ തോളോട് ചേർന്നിരുന്ന്, കരങ്ങൾ കൂപ്പിയിരിക്കുന്നത് പോലെ അവനോട് ഒട്ടിച്ചേർന്നിരുന്ന് കർത്താവിൻ്റെ ഹൃദയത്തോട് നമുക്ക് മന്ത്രിക്കാം. അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി. സ്ലീഹന്മാരോട് കർത്താവ് പറയും, ആത്മാവിനെ ലഭിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പോവരുത്. 3 കൊല്ലക്കാലം സ്ലീഹന്മാർ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് മനസ്സിലാകാത്ത പലതും ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, സഹായകൻ വന്നു കഴിയുമ്പോൾ അവൻ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളവയൊക്കെ ഗ്രഹിക്കാനുള്ള ശക്തി തരും. കർത്താവേ, നീ പറഞ്ഞ വചനങ്ങൾ ഗ്രഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ഞങ്ങളെ സ്പർശിക്കാതെ കടന്നു പോവാൻ ഇടവരുത്തരുത്. ആത്മാർത്ഥതയോടെ ഹൃദയം കർത്താവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പിതാവ് ആത്മാവിനെ നൽകുകയില്ല എന്ന് കർത്താവ് ചോദിക്കുന്നില്ലേ? നീ ചോദിച്ചാൽ വലിയ താല്പര്യത്തോടെ അവൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാ ആത്മാവ്. ഹൃദയത്തോട് മന്ത്രിക്കുന്നത് പോലെ പാവനാത്മാവായ ദൈവത്തെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ വരൂ, ദാസരിൽ ദാനങ്ങൾ ചൊരിയൂ. പാവനാത്മാവേ വരൂ, ദാസരിൽ ദാനങ്ങൾ ചൊരിയൂ. താവക സവിതേ നിൽക്കുമിവരെ ധന്യരാക്കൂ. ശക്തിയേകൂ പാവനാത്മാവേ. സപ്തദാനം തൂകി ഞങ്ങളിൽ ഭക്തരിൽ നിറഞ്ഞിടേണമേ. മുക്തി നേടാൻ സത്യസ്നേഹസ്വരൂപനേ. ശക്തിയേകൂ പാവനാത്മാവേ. ശക്തിയേകൂ പാവനാത്മാവേ. സപ്തദാനം തൂകി ഞങ്ങളിൽ ഭക്തരിൽ നിറഞ്ഞിടേണമേ. മുക്തി നേടാൻ സത്യസ്നേഹസ്വരൂപനേ. പാവനരൂപരുഹ സ്നേഹസ്വരൂപനേ. താവകദാസർത്തൻ യാചന കൈക്കൊള്ളണമേ. പാവനരൂപരുഹ സ്നേഹസ്വരൂപനേ. താവകദാസർത്തൻ യാചന കൈക്കൊള്ളണമേ. പാവനരൂപരുഹ സ്നേഹസ്വരൂപനേ.
താവകദാസർത്തൻ യാചന കൈക്കൊള്ളണമേ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മാമറയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാര വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം താണെ അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങനെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുത്. കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രാഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറയോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവനത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവർക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവ് വൃദ്ധനായി, എനിക്കിനി സന്താന ഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പുതുവത്സരത്തിൽ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നവനായ ദൈവമാണ്. ഈ ജീവിക്കുന്നവനായ ദൈവം നമ്മളോട് സംസാരിക്കുമോ? നമ്മളോട് ദൈവം സംസാരിക്കുമോ? പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ബൈബിളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ആളുകളോട് സംസാരിക്കുന്നു, അല്ലേ? ദൈവം പ്രത്യക്ഷപ്പെട്ട് ആളുകളോട് സംസാരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി, എന്ത് രസമായിരിക്കും അല്ലേ? നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു, നമ്മളോട് ഉത്തരം തരുന്നു. അടിപൊളി, സൂപ്പർ. നമ്മൾ ഇതൊക്കെ ബൈബിളിലൂടെ വായിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുകയാണ്. ഇവരെന്തുകൊണ്ടാണ് ഇതൊക്കെ ദൈവദൂതന്മാരാണെന്ന് പറയുന്നത് എന്ന് ബൈബിൾ ശരിക്കും വായിച്ചു നോക്കിയാൽ നമ്മൾ അന്തിച്ചു പോകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, ഈ അബ്രാഹത്തിൻ്റെ അടുത്തോട്ട് അബ്രാഹം ഒരു ദിവസം മരത്തണലിരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 പേര് നടന്നു വരികയാണ്. സാധാരണ മനുഷ്യരെ പോലെ 3 പേര് നടന്നു വരുന്നു. അബ്രാഹം അവരെ താണു വീണ് കുമ്പിടുന്നു. കാരണം അതിൽ സൽക്കാരപ്രിയനാണ് അബ്രാഹം. താണു വീണ് കുമ്പിടുന്നു. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഈ മനുഷ്യർ 3 പേര് ദൈവമാണെന്ന് ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച് നോക്കണം. നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തിന് നടുക്ക് നിൽക്കുകയാണ്. പിള്ളേരൊന്നുമില്ല, മക്കളൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തിന് നടുക്ക് നിൽക്കുകയാണ്. ഒരു 3 പേര് വരുന്നു, നമ്മളവരെ ശുശ്രൂഷിക്കുന്നു, സാധാരണ പോലെ അവരെ പറഞ്ഞു വിടുന്നു. അവർ നമ്മളോട് പറയുകയാണ്, അടുത്ത വർഷം വരുമ്പോൾ നിനക്കൊരു പുത്രനുണ്ടാവും. ഈ ദൈവദൂതന്മാർ വന്നു, അരുളപ്പാടുകൾ കിട്ടി എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുകയല്ല. പക്ഷെ അവർക്കെന്നത് തിരിച്ചറിയാനായിട്ട് പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് മാത്രമല്ല, നമുക്കും കൃത്യമായിട്ട് തമ്പുരാൻ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. നമ്മളോട് കർത്താവ് വന്ന് സംസാരിക്കും. എത്ര അനുഭവങ്ങൾ നമുക്കുണ്ടല്ലേ, എത്ര അനുഭവങ്ങൾ. ചില കാര്യങ്ങൾ നമ്മുടെ തീരുമാനമല്ല, ഒരു നിസ്സാര കാര്യത്തിലൂടെ നമ്മുടെ അടുത്ത് വന്നൊന്ന് പറഞ്ഞു, ഞാൻ അത് ചെയ്തു, അത് വലിയ അത്ഭുതമായിട്ട് മാറി. ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത് അതിനെ അങ്ങ് അവഗണിച്ചു. പിന്നീട് ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നതായിരുന്നു, അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു, അല്ലേ? നമ്മുടെ അടുത്തേക്ക് കർത്താവ് എപ്പോഴും നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് കർത്താവ് നിൽപ്പുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബൈബിൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതുപോലെ ദൈവം സംസാരിച്ചു എന്ന് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമുക്കങ്ങ് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ
അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇവരെങ്ങനെ ഇത് വിശ്വസിച്ചു, ഇവരെങ്ങനെ ഇത് ദൈവദൂതനാണെന്ന് തിരിച്ചറിഞ്ഞുവെന്ന്. അല്ലെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 6-ാമത്തെ വാക്യം, അത് മനോവയുടെ ഭാര്യ, അതായത് സാംസന്റെ അമ്മ മനോവയോട് പറയുന്നൊരു കാര്യമാണ്. സാംസൺ ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, നാസിർ വ്രതക്കാരനാണ് എന്നൊക്കെ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു. നമ്മളിപ്പോൾ പ്രസംഗിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ സാംസന്റെ അമ്മ മനോവ ഭർത്താവിനോട് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് അവൾ പറയുകയാണ്, അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവ പുരുഷൻ എൻ്റെ അടുത്ത് വന്നു, അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതും വിശ്വസിച്ച് ഭർത്താവിൻ്റെ അടുത്ത് പോയി പറയാണ്. ഏതോ ഒരുത്തൻ വന്ന് ബാധക്കെ ബെല്ലടിച്ച് അവൻ വന്ന് പറഞ്ഞിട്ട് പോയി. അവൾ പിന്നീട് നിന്ന് ചിന്തിച്ചത് മനസ്സിലാക്കുകയാണ്, ഇത് ദൈവദൂതനാണ്. അവളത് വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ട് പോവുക. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരുത്തം വന്നിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. കാര്യം ശരിയാണ്, നമുക്ക് നല്ല ഐശ്വര്യമുള്ള മുഖമായിട്ടൊക്കെ തോന്നി, ശരിയാണ്. പക്ഷെ എന്നും പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ നീ കുടിക്കരുത്. സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ കുടിക്കാതിരിക്കുമോ? ഇല്ല. ഇത് ദൈവദൂതനാണ് എന്നത് സ്വാഭാവികമായിട്ട് ആളുകളെ പോലെയാണ് ദൈവദൂതന്മാർ വരുന്നത്. പക്ഷെ ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വന്നത് ദൈവദൂതനാണ്, ദൈവദൂതൻ്റെ സംസാരമാണതെന്ന് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ചില നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാടകങ്ങൾക്കകത്ത് ദൈവം സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നും, ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നും, ഇതാ ഞാൻ, അടിപൊളി, നമുക്ക് എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെയാണ് ദൈവം വന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമുണ്ടായിരുന്നു, കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ദൈവം എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് സാധാരണ രീതിയിലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് അതിമാനുഷികമായിട്ടുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തമ്പുരാൻ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. കർത്താവ് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ, നമ്മൾ വചനം വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ദൈവദൂതന്മാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ദൈവിക അരുളപ്പാടുകൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, നോഹ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്, മൊത്തം മഴ പെയ്യാൻ പോവാണ്, 40 രാവും 40 പേരും മഴ പെയ്യാൻ, നീ സർവ്വതം വിറ്റിട്ട് നീ വലിയ പെട്ടകം ഉണ്ടാക്കണം, അതിൻ്റെ അകത്തോട്ട് 2 എണ്ണത്തിനെ വെച്ച് കയറ്റണം, നീ രക്ഷപ്പെടേണ്ട പാർട്ടികളെയൊക്കെ അതിനകത്തോട്ട് കയറ്റിക്കോണം എന്നൊക്കെ പറയണം. പുള്ളിക്കാരൻ പിറ്റേ ദിവസം എല്ലാം വിറ്റ് തൊലച്ചിട്ട് വലിയ പെട്ടകം ഉണ്ടാക്കുക. ബൈബിൾ പറയുന്നുണ്ട്, അവിടെ കൂടെ നിന്നിരുന്ന ആൾക്കാരൊക്കെ നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ നോഹയ്ക്കൊരു സംശയമില്ല, ഒരു തോന്നലുണ്ടായതാണ്. ആ തോന്നലിൻ്റെ ബലത്തിൽ അവൻ പോവുക. കാരണം എന്നറിയാവോ, അവൻ്റെ ചിന്ത എപ്പോഴും ദൈവീകമായിട്ടുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ തോന്നലുകൾ പോലും ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന് തിരിച്ചറിയാൻ അവന് പറ്റി. പക്ഷേ ഈ പറയുന്നത് ഓരോന്നും നിങ്ങൾ ഓർത്തോണം കേട്ടോ. അബ്രാഹത്തിന് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് സാധാരണ മനുഷ്യനെ പോലെ വന്ന് പറഞ്ഞിട്ട് പോയി, അവനത് വിശ്വസിച്ചു. നോഹയ്ക്കൊരു തോന്നലുണ്ടായി, അതാണ് അവൻ്റെ ദൈവഹിതമായിട്ട് അവൻ മനസ്സിലാക്കിയത്, ദൈവത്തിൻ്റെ സ്വരമായിട്ട് അവൻ മനസ്സിലാക്കിയത്. അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അത് നന്മയായിട്ട് മാറി, അവൻ്റെ രക്ഷയ്ക്ക് അത് കാരണമായി. അതിനെ അവഗണിച്ച ഒത്തിരി പേരുണ്ട്. മോശയെ കർത്താവ് തിരഞ്ഞെടുത്ത് ഫറവോയുടെ അടുത്തേക്ക് അയച്ചു. അവനോട് കൃത്യമായിട്ട് എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത് സംഭവിക്കാൻ പോവുക, പിന്നീട് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അല്ലേ, സംഹാര ദൂതൻ കടന്നു വന്ന് എല്ലാവരെയും നശിപ്പിച്ച് കളയുന്നത് നമുക്കറിയാം. മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയാവോ, അവൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. തൻ്റെ ദാസരായ പ്രവാചകർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്, എന്താണെന്നറിയാവോ, പ്രിക്കോഷൻ എടുക്കാൻ നമുക്ക് സമയമുണ്ട്. ഏത് ദുരിതം വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രിക്കോഷൻസ് എടുക്കാനുള്ള വഴി കർത്താവ് നമുക്ക് പറഞ്ഞു തരും. ആ വഴി അവഗണിക്കാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, അവഗണിച്ചാൽ അത് നമുക്ക് നാശത്തിന് കാരണമാകും. എല്ലാ കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് വെളിപ്പെടുത്തി. എത്ര ഉദാഹരണങ്ങളുണ്ടെന്നറിയാം എൻ്റെ പ്രിയമുള്ളവരെ. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ അടുത്ത് കർത്താവ് വന്നിട്ട് സോദോമിൻ്റെ അടുത്ത് വരികയാണ്. സോദോമിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അബ്രാഹത്തോട് കർത്താവ് പറയാതെ, ഞാൻ ഇങ്ങോട്ട് പോകാൻ പോവാണ്,
സോദോമിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം അബ്രാഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ്. അതിനെക്കുറിച്ചുള്ള ആവലാദികൾ കൊണ്ട് ഞാൻ മടുത്തു. ഒത്തിരി ആവലാദികൾ എൻ്റെ അടുത്തോട്ട് വരികയാണ്. കാരണം അത്രമാത്രം അധപതിച്ചു പോയി. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഒരേ സമയത്ത് അപ്പനാണ്, അതേ സമയത്ത് ന്യായാധിപനാണ്, നീതിമാനായ ന്യായാധിപനാണ്. അപ്പോൾ ഒത്തിരി അലമുറകൾ ഉണ്ടാകുമ്പോൾ, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീതിപൂർവമായിട്ടുള്ള വിധി പ്രസ്താവിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് കർത്താവ് പറയാണ്, എന്ത് കാര്യമല്ലേ അബ്രാഹത്തിൻ്റെ മുമ്പിൽ ഇത് പറയേണ്ട വല്ല കാര്യം? കർത്താവ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ പോരെ? അബ്രാഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവ് പറയാണ്, ദേ ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഇന്നതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അബ്രാഹം ഉടനെ നിലവിളിച്ച് പറയുക, കർത്താവേ, നീതിമാന്മാരെയും കൂടെ അങ്ങനെ നശിപ്പിക്കല്ലേ. അവിടെ 50 നീതിമാന്മാരെ കണ്ടെത്തുകയാണെങ്കിൽ അവരെ രക്ഷിക്കണ്ടേ? ദൈവം തീരുമാനം മാറ്റുകയാണ്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം തീരുമാനം മാറ്റുക. ശരി, 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതി ഞാൻ ആ നാട് സംരക്ഷിക്കും. അബ്രാഹം പിന്നെയും ചോദിക്കും, അതൊരു 45 പോയ കുഴപ്പമുണ്ടോ? തീരുമാനം വീണ്ടും മാറ്റുക. അതുപോലെ 5 വരെ വരുന്നുണ്ട്. നമുക്കറിയാം, അബ്രാഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറേ അവസാനം ഒരാളെ കണ്ടെത്തി. ആ ആളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കർത്താവ് നടത്തുന്ന പ്രകടനങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കണം. 3 പേരെ അങ്ങോട്ട് വിടുകയാണ്. ഇവർ പോരാഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ച് പുറത്തിറക്കുകയാണ്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് ഇതുപോലെ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും. ദേ ഇത് സംഭവിക്കാൻ പോവുക. കാരണം എന്താണെന്നറിയാവോ? നിന്റെ ദൈവമായ കർത്താവിന് ഇഷ്ടമില്ല നിന്നെ ശിക്ഷിക്കാൻ. അവൻ ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്. അതുകൊണ്ട് മുന്നേ തന്നെ നമ്മളോട് പറയും, ഇന്നത് സംഭവിക്കാൻ പോവുകയാണ്, നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേ, അനുദപിച്ചോ, നിങ്ങൾ രക്ഷപ്പെട്ടോളും, ഞാൻ സ്വഭാവം മാറ്റിക്കോളാം, ഞാൻ തീരുമാനം മാറ്റിക്കോളാം, നോ പ്രോബ്ലം. എപ്പോഴും കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. മുന്നറിയിപ്പുകൾ തന്നാണ്. നിനിവേയുടെ കാര്യം നമുക്കറിയാം. നിനിവേ അല്ലേ? നിനിവേയുടെ അതിക്രമങ്ങൾ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ അമ്മയുടെ കഴുത്തിൽ സ്വന്തം കുഞ്ഞിനെ തൂക്കിക്കൊല്ലുന്ന രീതി വരെയായി. അത്രമാത്രം അധപതിച്ച് കഴിഞ്ഞപ്പോൾ അത് ശിക്ഷിക്കപ്പെടണം അല്ലേ? മൊത്തം തീയും ഗന്ധകവും ഇറങ്ങി നശിപ്പിക്കപ്പെടാനായിട്ട് പോവുകയാണ്. കർത്താവ് ഒരു പ്രവാചകന്റെ കാല് പിടിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് വെക്കണം, അക്ഷരാർത്ഥത്തിൽ ഒരു പ്രവാചകന്റെ കാല് പിടിക്കുകയാണ്. യോനാ പ്രവാചകന്റെ അടുത്ത് യോനാ പറയും, ഞാൻ പോവുകയില്ല എന്ന് പറയും. യോനായെ നിർബന്ധിച്ച് വിടുകയാണ് അങ്ങോട്ട്, നിർബന്ധിച്ച്. യോന എന്നിട്ടും ചെയ്യുന്നുണ്ട്. താർസൂസിലോട്ട് പോകുന്നുണ്ട്, നിനിവേയിലോട്ട് പോകാതെ താർസൂസിലോട്ട് പോകുന്നുണ്ട്. പിടിച്ചു വലിച്ചുകൊണ്ട് കർത്താവ് തിമിംഗലത്തിൻ്റെ അകത്ത് കയറ്റി അവിടെ കൊണ്ട് ഇറക്കും. എന്തിനാണെന്നറിയാവോ? ആ നാടിനെ രക്ഷിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് നോക്കുക. അവിടെ മുന്നറിയിപ്പ് കൊടുക്കണം. കർത്താവ് അതിന് വേണ്ടിയിട്ട് ആ പ്രവാചകനെ ഒരുക്കി അവിടെ കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി ഈ പ്രവാചകൻ മനസ്സോടെ വിളിച്ച് പറയും, നീയൊക്കെ നശിക്കാൻ പോവാടാ. അത് കേട്ട് ആ നാട് അനുദപിക്കും. കർത്താവ് തീരുമാനം മാറ്റും. എല്ലാ കാര്യത്തിലും കർത്താവ് ഇതുപോലെ മുന്നറിയിപ്പുകൾ തരും എൻ്റെ പ്രിയമുള്ളവരെ. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. കർത്താവിൻ്റെ ദൂതന്മാർ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ നമ്മളുടെ കൂടെ കർത്താവിൻ്റെ ദൂതന്മാരുണ്ട്. അത് കേട്ടാൽ മതി, അവർ പറയുന്നത് നമ്മൾ കേട്ടാൽ മതി അല്ലേ? സാധാരണ രീതിയിൽ അച്ഛൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ബൈബിളിലൂടെ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയാവോ? ദൈവദൂതൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് ദൈവദൂതനാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുമ്പ് ദൈവദൂതന്മാർ വന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ? എന്നാലേ അറിയുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒരാളെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ അല്ലേ, ഒരു പരിചയമില്ലാത്ത ഒരാൾ. അങ്ങനെ ഒരാളെ ഞാൻ അവിടെ ചെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കാരണം എന്ത് ചെയ്യണം? ആ ആളെ എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ചോദിച്ചറിയണം, എങ്ങനെയൊക്കെയാണ് ഈ പുള്ളിയുടെ ഷേപ്പ്, എങ്ങനെയൊക്കെയാണ് പുള്ളി പെരുമാറുന്നത്, ഏത് രീതിയിലാണ് പുള്ളി നടക്കുന്നത്, എങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇയാളെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. എന്ന് പറയുന്നത് തന്നെയാണ് ദൈവദൂതൻ വന്നു കഴിഞ്ഞാൽ ആ ദൈവദൂതൻ പെരുമാറുന്ന രീതി അതെന്തൊക്കെയാണെന്ന് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവദൂതനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ ചില സമയത്ത് ദൈവദൂതന്മാർ വരുന്നത് സ്വപ്നത്തിലൂടെയാണ് അല്ലേ? സ്വപ്നത്തിലൂടെ നമ്മളൊന്നും ഒരിക്കലും ചെയ്യുകയില്ല. ഈ നമ്മുടെ യൗസേപ്പ് പിതാവ് ഒരു ദിവസം ഭയങ്കര ആകുല ചിത്തനായിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറയപ്പെടുന്ന ആൾ ഗർഭിണിയായി, താൻ അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാം എന്ന് തീരുമാനം എടുത്തുകൊണ്ട് കിടക്കുകയാണ്. ആ കിടപ്പിനൊരു പ്രത്യേകതയുണ്ട്. അവൻ ദൈവത്തോടാണ് ആവലാതി പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ സ്വപ്നത്തിൽ കാണുകയാണ്. ദൈവദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുകയാണ്, നീ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചു. പിറ്റേ ദിവസം പുള്ളി പോയി കല്യാണം കഴിക്കുകയാണ്. നമ്മളാണ് ചെയ്യുമോ? നമ്മളാണെങ്കിൽ പറയും, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, മാലാഖ ഇങ്ങനെ ചിറകൊക്കെ വെച്ചുകൊണ്ട് വന്നായിരുന്നു, ശരിയാണോ എന്നറിയത്തില്ല, എന്നാലും ശരിയാവുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പോലും ദൈവത്തിൻ്റെ സംസാരമായിട്ട് മാറും. നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിൻ്റെ സംസാരമായിട്ട് മാറും.
നീ ആവലാതി പറയുന്നത് ദൈവത്തോടാണെങ്കിൽ ഉറപ്പാണ് ദൈവം നിന്നോട് സംസാരിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. ആവലാതി പറയുന്നത് ദൈവത്തോടായിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പരിശുദ്ധ അമ്മയുടെ കാര്യം എങ്ങനെ? പരിശുദ്ധ അമ്മയുടെ അടുത്തോട്ട് ദൈവദൂതൻ കടന്നു വന്നു, അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെയാണ് പറയുക. അതായത് നമ്മൾ ഈ നാടകത്തിൻ്റെ അകത്തും അല്ലെങ്കിൽ ഈ സിനിമയ്ക്കകത്തോ കാണിക്കുന്നത് പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു പ്രകാശം അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാളങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുമൊന്നുമല്ല. ഒരാൾ വാതുക്കെ വന്ന് നിന്ന് അവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും. ഈ സഖറിയ അൽത്താരയിലേക്ക് കയറി ധൂപാർച്ചന നടത്തുന്ന സമയത്ത് ധൂപപീഠത്തിനരികെ ഒരാൾ ഇരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ ഇരിക്കുകയാണ്. പുള്ളിയാണ് വന്നിട്ട് പറയുന്നത്, നിനക്കൊരു കുഞ്ഞിനെ കിട്ടും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത ദൈവീകമാകുമ്പോൾ, നമ്മുടെ സംസാരം ദൈവത്തോടാകുമ്പോൾ, നമ്മുടെ അടുത്ത് വരുന്ന ദൈവദൂതനെ കണ്ടെത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുകയല്ല അത് ദൈവദൂതനായിരുന്നുവെന്ന്. അവസാനം എല്ലാം സംഭവിച്ചു കഴിയുന്നത് വരെ എത്ര പ്രാവശ്യം വാണിംഗ് തന്നിട്ടും, എത്ര പ്രാവശ്യം മുന്നറിയിപ്പ് തന്നിട്ടും അത് അവഗണിച്ച് പോയി അവസാനം നിലയില്ലാ കയത്തിലേക്ക് താണു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ എന്നോടിത് ദൈവം തന്ന മുന്നറിയിപ്പാണെന്നല്ലോ ഇതെന്ന്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ഇടവരരുത്. ഇതുപോലെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ബൈബിളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. സാധാരണ രീതിയിലാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരിക. ദൈവം അരുളപ്പാടുകൾ ചെയ്യുക. മോശ ഒരു കത്തുന്ന മുൾപ്പടർപ്പ് കാണാൻ വേണ്ടി പോയതാണ് അല്ലേ? കത്തുന്ന മുൾപ്പടർപ്പ്, അവിടെയാണ് ഒരു ശബ്ദം മാത്രം കേൾക്കുന്നത് അല്ലേ? ഒരു അത്ഭുതം പോലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടാകുന്ന ഒരു സംഭവം അതാണ്. പക്ഷെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒറ്റ ഓട്ടമായിരുന്നു. ആ പോയ വഴിക്ക് പുല്ല് മുളയ്ക്കുകയില്ല. വെറുതെ തീ കത്തുന്നത് കാണാൻ വേണ്ടി, ഇങ്ങനെ എന്തായി സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന മോശയുടെ അടുത്തിട്ട് ഒറ്റ ശബ്ദമാണ്, ഒറ്റ ശബ്ദം. മോശ അവിടെ നിന്നു. അതാണ് മോശയുടെ പ്രത്യേകത. മോശ അവിടെ നിന്നു. അതാരാണെന്ന് ചോദിച്ചു. ഞാനാണ് ചോദിക്കുകയല്ല, ഞാനാണ് ഒറ്റ ഓട്ടം ഓടും. പേടിച്ച് വിറച്ചിട്ട് ഒറ്റ ഓടും. ചിലപ്പോൾ വട്ടൂടം പിടിക്കും അല്ലേ? വട്ടൂടം പിടിക്കും. ദൈവദൂതനെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധമുണ്ടാവണം. അച്ഛൻ ഈ പറയുന്ന കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നിന്നോട് സംസാരിക്കും. അത് മറ്റ് പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവത്തോട് അത്രമാത്രം അടുത്ത് നിൽക്കുന്ന ആളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരിലൂടെ ഒന്നുമല്ല. നീ തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി ഒന്നിരുന്ന് കൊടുത്താൽ നിന്നോട് കർത്താവ് സംസാരിക്കും. അച്ഛന് ഈ ഒരു കാര്യം ഇങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ അച്ഛൻ ഇങ്ങനെ വലിയൊരു ഭാരം മനസ്സിലിട്ടുകൊണ്ടാണ് നടക്കുക. കാരണം ഒരാൾ വഴി രക്ഷപ്പെടേണ്ടിയിരുന്ന ഒത്തിരി ആത്മാക്കളുടെ കടപ്പാട് അച്ഛനിങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. പലപ്പോഴും ഓർക്കുമ്പോൾ സങ്കടപ്പെടാറുണ്ട്, പലപ്പോഴും ഓർക്കുമ്പോൾ കരഞ്ഞു പോവാറുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ അപ്പൻ്റെ മരണം. കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ ഒരു വലിയ തീരാ നഷ്ടമാണ്. എൻ്റെ പപ്പ മരിച്ചുപോയി എന്നുള്ളത്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ അച്ഛനായി കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. ഒരു 2 വർഷത്തോളമൊക്കെ ആയുള്ളൂ. ദൈവം സംസാരിക്കും, കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രാർത്ഥനയുടെ സമയത്ത് നമുക്കുണ്ടാകുന്ന തോന്നലുകളൊക്കെ ചിലപ്പോൾ കർത്താവ് പറയുന്നതായിരിക്കും, ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല. ഇങ്ങനെയൊക്കെ കടന്നു വന്നിട്ട് അതിന് മുമ്പ് മുഴുവൻ അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബുദ്ധിപരമായിട്ട് ഒരിക്കലും ചിന്തിച്ചാൽ ദൈവത്തെ കാണാൻ പറ്റുമല്ല, അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരിക്കലും അച്ഛൻ കണ്ടിട്ടില്ല. എൻ്റെ പപ്പ മരിക്കുന്നത് ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിലേക്കൊക്കെ കടന്നു വന്നു. കുറച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി. പലരുടെ അനുഭവങ്ങൾ കേട്ട് തുടങ്ങി. അങ്ങനത്തെ സമയത്താണ് പപ്പായ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുകയാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പം ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്നു, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. പപ്പായ്ക്ക് ഇങ്ങനെ ഒരു രോഗമാണ്, 99% ഉറപ്പിച്ചു. അത് ഉറപ്പിച്ചൊരു ഡോക്ടർ പറഞ്ഞാൽ മതി ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പോയേക്കുന്നു. ഞാൻ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തമ്പുരാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കർത്താവ് പറയുകയാണ്, ഇത് മരണപ്പെടാനുള്ള രോഗമല്ല. ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് തോന്നലുകളുണ്ട്. അപ്പോൾ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു ഉറപ്പ് തരണം. ഇത് നീ സുഖപ്പെടുത്താനുള്ള രോഗമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ഓപ്ഷൻസ് തരരുത്. അച്ഛൻ നിങ്ങളോട് പറയുന്നത്, തമ്പുരാൻ കർത്താവ് എന്നെ തല്ലി പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചിട്ട് ഞാൻ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്.
അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ പറയുകയാണ്. അച്ഛന് വലിയൊരു ഭാരം മനസ്സിലുള്ളത് കൊണ്ടാണ് അച്ഛൻ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വർഷം ആദ്യത്തെ സമയത്ത് തന്നെ അച്ഛൻ ഈ കാര്യം നിങ്ങളോട് പറയുക. ഇതുപോലെ അച്ഛൻ ഇങ്ങനെ തമ്പുരാനോട് പറഞ്ഞു, കർത്താവ് നീ എനിക്ക് ഓപ്ഷൻ തരരുത്, ഓപ്ഷൻ തന്നാൽ ഞാൻ അതിൻ്റെ പുറകെ പോകും. ചികിത്സിക്കാൻ വേണ്ടി എവിടെയൊക്കെ കൊണ്ടുപോകാം അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകും. അതുകൊണ്ട് നീ എനിക്ക് ഓപ്ഷൻ തരരുത്, നീ സുഖപ്പെടുത്താനുള്ളതാണെങ്കിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത്. തിരിച്ചുത്തരം കിട്ടി വരുന്നത് ഇങ്ങനെയാണ്, അതെല്ലായിടത്തും തന്നെയായി, ക്യാൻസർ എല്ലായിടത്തും തന്നെയായി, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കേണ്ട. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ചികിത്സിക്കേണ്ട. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സാധാരണഗതിയിൽ അവിടെ വന്ന് ചികിത്സിക്കുക ഇന്ന രീതിയിൽ ചെയ്യാം എന്ന് പറയേണ്ട സ്ഥാനത്ത് അവിടെ പറയുകയാണ് ഇനി അതിനെക്കുറിച്ച് ചികിത്സിക്കേണ്ട. ഞാനിതുപോലെ എനിക്ക് അന്ന് അത്ര വലിയ ഉറപ്പൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിതുപോലെ ദർശനങ്ങളൊക്കെ കിട്ടുന്ന അച്ഛന്മാരുടെ അടുത്തും ഒക്കെ ഞാൻ പോയി അവരെല്ലാവരും പറഞ്ഞു ഇത് സുഖപ്പെടാനുള്ള രോഗമാണ്. അന്ന് ഞാൻ തമ്പുരാന് മുമ്പിൽ ഇരുന്ന് തമ്പുരാനോട് പറഞ്ഞു, കർത്താവ് ഓപ്ഷൻ തരരുതെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എനിക്ക് ഇത്രയും വലിയ തെളിവ് തന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്, നീയാണ് ഇത് സുഖപ്പെടുത്താൻ പോകുന്നത്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സ്വരം പോലെ കേട്ടു. അച്ഛൻ ഈ പറയുമ്പോൾ നിങ്ങൾ അച്ഛനെ പൊട്ടനാന്ന് പറഞ്ഞു. അച്ഛന് ഒരു കുഴപ്പമില്ല. അച്ഛൻ അത് ഇനിയും ഞാനിത് പറഞ്ഞില്ല എങ്കിൽ എൻ്റെ മനസ്സിലിരുന്ന് വിങ്ങും, അതുകൊണ്ടാണ് അച്ഛനിത് പറയുക. അന്ന് ഞാനൊരു സ്വരം കേട്ടു. അന്ന് സ്വരം കേട്ട ഇതാണ്, ഈ പപ്പ സുഖപ്പെടുക എന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒന്നുമല്ല. പപ്പായെ സുഖപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. പപ്പ എനിക്ക് സാക്ഷിയാകണം. എൻ്റെ അപ്പൻ അത്ര നന്നായിട്ട് ജീവിച്ചൊരു മനുഷ്യനാകട്ടോ, നന്നായിട്ട് തമ്പുരാന് സാക്ഷിയായിട്ട് തന്നെ ജീവിച്ച ആളാണ്. പിന്നെ പപ്പായ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെ സാക്ഷ്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പപ്പായുടെ ജോലി തിരക്കുകൾ കാരണം ഒന്നും നടന്നിട്ടില്ല. അന്ന് തമ്പുരാനോട് പറഞ്ഞിട്ട്, പപ്പ എനിക്ക് സാക്ഷിയാകണം, പപ്പ വഴി എനിക്ക് ഒത്തിരി ആത്മാക്കളെ നേടാനുണ്ട്, അതുകൊണ്ട് നീ ഒരു ചികിത്സയ്ക്കും കൊണ്ടുപോകരുത്, ഫുൾ ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണം. ഞാൻ ഈ സ്വരം കേട്ടു, എനിക്ക് ഇത്രയും വലിയ ഉറപ്പ് കിട്ടി, പല അച്ഛന്മാരുടെ അടുത്ത് നിന്ന് ഉറപ്പ് കിട്ടി, ചികിത്സിക്കേണ്ട എന്ന് ഞാൻ ഈ സ്വരം കേട്ടു. ഞാനത് വിശ്വസിച്ചു. തമ്പുരാൻ എല്ലാ സാഹചര്യവും എനിക്ക് ഒരുക്കി തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും, പപ്പ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് പപ്പായോട്. ഞാൻ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ടീം അംഗങ്ങളോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പപ്പായോടും എല്ലാവരോടും കൂടെ ഇരുന്ന് പറഞ്ഞു, പപ്പായുടെ രോഗം ഇങ്ങനത്തെ രോഗമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ചികിത്സിക്കേണ്ട. എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ചികിത്സിക്കേണ്ട, തമ്പുരാൻ അങ്ങനെ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ചികിത്സിക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. അതങ്ങനെ തന്നെ മുന്നോട്ട് പോയി. പപ്പായ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടൊക്കെ പോവാണ്. രോഗമുണ്ട്, എല്ലായിടത്തും തന്നെ ആയിട്ടുണ്ട്. പപ്പായ്ക്ക് ഭയങ്കര വേദന ഉണ്ടാകുന്ന ഡോക്ടർമാർ പറഞ്ഞു യാതൊരു വേദനയില്ല. അന്ന് മുതൽ പപ്പായും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി തുടങ്ങി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി, എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കുഴപ്പവും ഇല്ലാതെ പോകാൻ. ഇത്രയും വേദന ഉണ്ടാകുന്ന ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടും ഇല്ല. എനിക്ക് ഇത്രയും ഉറപ്പ് കിട്ടിയിട്ടും, അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, എനിക്ക് ഇത്രയും ഉറപ്പ് തമ്പുരാൻ സുഖപ്പെടുത്തുമെന്നും തമ്പുരാൻ ഇത്രയും വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വേദന പോലും ഇല്ലാതെ കാത്തു സൂക്ഷിച്ചിട്ട് മറ്റ് പല ആളുകൾ, അയൽലോകത്തുള്ളവരും മറ്റ് പപ്പായെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. പപ്പായ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കരുത്, അവിടെ ചെന്നാൽ അവിടെ ആ ചികിത്സ നല്ലതാണ്, അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഇതിന് ചികിത്സയുണ്ട്, ഇതിന് ചികിത്സയുണ്ട്, ഇങ്ങനെയുണ്ട്, പല കാര്യം ഉണ്ട്. എല്ലാം ഒത്തിരി പേര് സുഖപ്പെടുന്നുമുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ച് പറയുകയല്ല. പക്ഷേ എൻ്റെ അപ്പനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. ഇങ്ങനെ പലരും നിർബന്ധിച്ചപ്പോൾ, പലരും ഇതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ഞാൻ അല്പം അയഞ്ഞു. അതുവരെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് എൻ്റെ അനിയന്മാരോ എൻ്റെ കുടുംബത്തിലുള്ള ആരുമോ പപ്പായുടെ കാര്യത്തിൽ വേറെ തീരുമാനം എടുക്കത്തില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് തന്നെ തമ്പുരാൻ കൊണ്ടുവന്നതാണ്. എന്നോട് ചോദിച്ചിട്ട്, എത്ര പേര് നിർബന്ധിച്ചാലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഞാൻ കുറച്ച് അയഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ചികിത്സയല്ലല്ലോ, ഒരു പ്രിക്കോഷൻ്റെ പരിപാടിയല്ല, അങ്ങോട്ട് പോക്കോ. എൻ്റെ പ്രിയമുള്ളവരെ, പപ്പായെ എന്ന് വീട്ടിൽ നിന്ന് ഇറക്കി ഇതുപോലൊരു ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയോ അന്ന് മുതൽ പപ്പ ഇരിപ്പായിപ്പോയി. 5 മാസം കഴിഞ്ഞു. അപ്പോൾ തീരെ ശോഷിച്ച് വല്ലാണ്ടായി. 5 മാസം കഴിഞ്ഞു. അപ്പോഴും എനിക്ക് ഭയങ്കര ഉറപ്പാണ് തമ്പുരാൻ സുഖപ്പെടുത്തും. കാരണം തമ്പുരാൻ അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഒരു ദിവസം ഇതുപോലെ വിശുദ്ധ കുർബാന ഞാൻ അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. എൻ്റെ പപ്പ, ഞാനൊരു സ്വരം കേട്ടു, പപ്പ അടുത്ത ആഴ്ച മരിക്കും. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ തമ്പുരാനോട് പറഞ്ഞു, കർത്താവേ, നീ തന്ന വാഗ്ദാനമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. നീ തന്ന വാഗ്ദാനം, നിനക്ക് തന്നെയാണ് നാണക്കേട്. എന്തുകൊണ്ടാണ് പപ്പ ഇങ്ങനെ മരിക്കുന്നത്? ഞാനിങ്ങനെ കാണുക, എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ അതുപോലൊരു വേദന ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അച്ഛൻ ഇങ്ങനെ കുർബാനയുടെ സമയത്ത് ഇങ്ങനെ കാണുകയാണ്. തമ്പുരാൻ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് നീ ചെയ്തത്?
ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് നീ ചെയ്തത്? ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം, ചികിത്സിക്കാൻ പോവേണ്ട, അതിനുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർമാരിലൂടെ തന്നെ നിന്നോട് പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ട് നീ വിട്ടു? ഇന്ന് ഈ പപ്പ സാക്ഷ്യപ്പെടുത്താനായിട്ട് പോയാൽ എനിക്ക് എന്ത് ക്രെഡിറ്റാ ഉള്ളേ? ഞാനാണ് സുഖപ്പെടുത്തിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ഇങ്ങനെ ചോദിക്കുക. സത്യത്തിൽ ഞാൻ അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് കരഞ്ഞുപോയി. ഞാൻ അന്ന് കുർബാന കഴിഞ്ഞു, എനിക്ക് ആകപ്പാടെ അസ്വസ്ഥത. കാരണം ഞാൻ ഒരിക്കൽ വീട്ടിൽ ചെന്ന് എല്ലാവരെയും ഇരുത്തി ഒരുക്കി പറഞ്ഞതാണ് പപ്പ സുഖപ്പെടുമെന്ന്. അത് വിശ്വസിച്ച എല്ലാവരും ഇരിക്കുന്നു. ഞാൻ രണ്ടാമത് എങ്ങനെയാണ് വീട്ടിൽ ചെന്ന് പറയുന്നത് പപ്പ മരിക്കുമെന്ന്? പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്നെ നിർബന്ധിക്കുന്നത് പോലെ തോന്നുകയാണ്. അപ്പം മരിക്കുമെന്നുള്ള കാര്യം പപ്പയോട് പറയണം, പപ്പ ഒരുക്കണം, ഇങ്ങനെ നിർബന്ധിക്കുമെന്ന് തോന്നുക. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ടീമംഗങ്ങളെ, ധ്യാനത്തിൻ്റെ ടീമംഗങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ ചെന്ന് പപ്പായെയും ഏറ്റവും അടുത്ത എൻ്റെ അനിയന്മാരെയും അവരുടെ ആൾക്കാരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ അടുത്ത ആഴ്ച മരിക്കും. പ്രിയമുള്ളവരെ, അച്ഛൻ ആ ഒരു കാര്യം മാത്രമേ സ്ട്രിക്റ്റായിട്ട്, തമ്പുരാൻ കർത്താവ് പറഞ്ഞ കാര്യം സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ അപ്പൻ മരിക്കുമെന്ന് ഞാൻ അപ്പൻ്റെ മുഖത്ത് നോക്കി പപ്പായോട് പറഞ്ഞു. ആ ആഴ്ച മുഴുവൻ ധ്യാനം നടക്കുക. ജോർജ് അച്ഛൻ്റെ ധ്യാനം അവിടെ കോട്ടയത്ത് നടക്കുകയായിരുന്നു. പപ്പ ഉൾപ്പെടെ ആ ധ്യാനത്തിന് പോയി. ഞായറാഴ്ച വരെ ആ ധ്യാനം കൂടി. തിങ്കളാഴ്ച പപ്പ മരിച്ചു. അവസാനത്തെ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് എൻ്റെ അപ്പം മരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ ഈ പറഞ്ഞ എന്താണെന്നറിയാവോ? ഇന്ന് അച്ഛൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഭാരമുണ്ട്. ഞാൻ ധ്യാനത്തിലൂടെ ആളുകളെ മാനസാന്തരപ്പെടുത്തുക, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ഒരാളെ സ്വർഗത്തിൽ എത്തിക്കുന്നതിനെക്കാട്ടിലും 100 ഇരട്ടി ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട അനുഭവം ഉണ്ടായിരുന്ന ആളായിരുന്നു എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ്റെ പ്രസംഗത്തിലൂടെ ഒത്തിരിയേറെ ആത്മാക്കൾ, അപ്പൻ്റെ സാക്ഷ്യത്തിലൂടെ ഒത്തിരിയേറെ ആത്മാക്കൾ സ്വർഗത്തിൽ എത്തേണ്ടതായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയത് ഞാൻ ഒറ്റ ഒരുത്തനാണ് എന്ന് എനിക്ക് ഇന്ന് നല്ല ബോധ്യമാണ്. കാരണം എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ സ്വരമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. കർത്താവിൻ്റെ സ്വരമാണ് അന്ന് എന്നോട് സംസാരിച്ചതെന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിലനിന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ ഇപ്പം ഈ പറയുമ്പോൾ അച്ഛൻ്റെ ഉള്ളിലെ വേദന പറയുന്നത് വെറുതെ അങ്ങനെ പറയുകയല്ല. ഒരു കാരണവശാലും നമുക്ക് ആർക്കും ഇനിയൊരു അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തമ്പുരാൻ തീർച്ചയായും നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ പറയുന്ന പ്രാർത്ഥന അതേപോലെ അങ്ങോട്ട് ചെയ്തു തരികയായിരിക്കുമല്ല. പക്ഷേ നിന്നോട് കർത്താവ് പറയും, ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് കേൾക്കാൻ നീ ഒന്ന് ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഗെത്സമേൻ തോട്ടത്തിൽ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവ് വിശ്വസിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ? അവൻ്റെ പ്രാർത്ഥന കേട്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥന കേട്ടു. അവൻ ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവൻ പ്രാർത്ഥിച്ച ഉത്തരമല്ല കിട്ടിയത്, മറിച്ച് ദൈവദൂതൻ അവിടെ വന്ന് അവനെ ആശ്വസിപ്പിച്ചു. അതാണ് സംഭവിച്ച കാര്യം. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നതെല്ലാം അതേപോലെ നടക്കും എന്നല്ല നീ വിചാരിക്കണം. നിനക്ക് നന്മ എന്താണോ അത് കർത്താവ് സാധിച്ചു തരും. നിന്റെ കൂടെ കർത്താവ് ദൂതനെ അയക്കും. നീ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ കൂടെ കർത്താവ് ദൂതനെ അയക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസിനെ വേറൊരു നാട്ടിലേക്ക് ഈ തോബിത്ത് പറഞ്ഞു വിടാനായിട്ട് പോകുമ്പോൾ ആകെപ്പാടെ അസ്വസ്ഥതയാണ്. കാരണം ഭയങ്കര അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കവർ ചെയ്ത് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അത് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഈ തോബിത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവിനോട്. കർത്താവേ, അവന് പറ്റിയ ഒരാളെ കൊടുക്കണേ, അവന് പറ്റിയൊരു കൂട്ടുകാരനെ കൊടുക്കണേ. കർത്താവ് അയക്കുന്നത് ആരെയാണെന്നറിയാവോ? തൻ്റെ ദൂതനെ, ദൈവത്തിൻ്റെ ദൂതനെയാണ് അയക്കുന്നത്. ഈ ദൂതൻ പറയുന്നതൊക്കെ ഒരു കൂട്ടുകാരനാണല്ലേ, ഒരു കൂട്ടുകാരനാണ് കൂടെ നടക്കുന്നത്. പക്ഷേ ഈ ദൂതൻ പറയുന്നതൊക്കെ ഈ തോബിയാസ് അനുസരിക്കുകയാണ്, അതേപോലെ അനുസരിക്കുകയാണ്. അവനുണ്ടാകുന്ന നന്മകൾ നമുക്കറിയാം. മീനെ പിടിച്ചിട്ട് അതിൻ്റെ ചങ്കും കരലും എടുത്ത് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞു. നമ്മളാണെ വെക്കുവോ? കാര്യം ശരിയാണ്, കൂട്ടുകാരനൊക്കെയാണ്. നമ്മളാണെ വെക്കുകയല്ല. പക്ഷേ ഈ കൂട്ടുകാരൻ പറയുന്നതനുസരിച്ച് തന്നെ ഈ തോബിയാസ് മുന്നോട്ട് പോവുകയാണ്. ഇന്നയാളെയാണ് ദൈവം നിനക്ക് വേണ്ടി തീരുമാനിച്ചതെന്ന് സാറായുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ 7 ആൾക്കാരെ കല്യാണം കഴിച്ചവൾ ആയിരുന്നിട്ട് പോലും അവൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ചങ്കും കരളും ആദ്യ രാത്രിയിൽ എടുത്ത് പുകയ്ക്കണമെന്ന് പറയുമ്പോൾ പുകയ്ക്കാൻ തീരുമാനമെടുത്ത് പുകയ്ക്കുക. ഒരു സംശയവും ഇല്ല ഈ തോബിയാസിന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇതുപോലെ കർത്താവ് ദൂതരെ അയക്കും. നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കർത്താവ് നിനക്ക് മുൻകൂട്ടി പറഞ്ഞു തരും. നീ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, അച്ഛൻ നീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ഒരു കാര്യത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് നീ ഇറങ്ങിക്കോ. നീ ചെയ്യുന്നതൊക്കെ തമ്പുരാൻ വിജയമാക്കി മാറ്റും. നീ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നീ തമ്പുരാൻ്റെ രൂപക്കൂടിന് മുമ്പിൽ പോയി നിന്നിട്ട് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ആ ഹന്നാമ്പള്ളം എടുത്തൊന്ന് തളിച്ചിട്ട് ഇറങ്ങിക്കോ. നീ ഒരു കാലത്തും തകർന്നു പോവുകയില്ല.
നിന്നെ ഒരു ദുഷ്ടശക്തിക്കും എടുത്തുകൊണ്ട് വഴി മാറ്റാൻ പറ്റുകയില്ല. നിന്റെ മക്കള് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് കൈ വിരിച്ചു പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് കൈ കൂപ്പി പിടിച്ച് ആ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറക്കി വിട്ടു. ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യവും ഗ്രഹിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ കയറി വരുള്ളൂ. ഒരപകടവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പഠിപ്പിക്കണം. ഇത് മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ വചനം എടുത്തു വെച്ചിട്ട് ഒന്ന് വായിച്ചിട്ട് ഇറങ്ങിപ്പോയി നോക്കിയേ. പരാജയപ്പെടുകയല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ തമ്പുരാൻ കർത്താവ് നടക്കും. നിന്റെ ചുറ്റും വേലി കെട്ടി കർത്താവ് സംരക്ഷിക്കും. വേണ്ട എന്ന് പറയല്ലേ. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയതാ നമ്മുടെയൊക്കെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഒരു വിവാഹം ആലോചിക്കുന്ന സമയത്ത് തമ്പുരാനോട് പറഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ഒന്നാം ദിനം ചേരേണ്ടത് തന്നെ തമ്പുരാൻ കർത്താവ് കൊണ്ട് ചേർക്കും. അബ്രാഹാം മകന് ഭാര്യ അന്വേഷിച്ച് വിടുന്നത് ഒരു ദാസനെയാണ്, കുടുംബക്കാരെ പോലെയല്ല, ഒരു ദാസനെയാണ് വിടുന്നത്. പക്ഷെ അബ്രാഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തോട് ചോദിച്ചിട്ടേ തിരഞ്ഞെടുക്കാവുള്ളേ. 2 കാര്യങ്ങളാണ് പറഞ്ഞു വിടുന്നത്. ഈ നാട്ടിൽ നിന്ന് ഒരാളെ നീ സ്വീകരിക്കരുത്, നീ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്തോട്ട് പോകണം എന്ന് പറഞ്ഞാൽ കർത്താവ് തിരഞ്ഞെടുത്ത ആളുകളെ മാത്രം, അവരുടെ അടുത്തോട്ട് മാത്രം നീ പോകാവുള്ളൂ, അവിടുന്ന് നീ തിരഞ്ഞെടുക്കാവുള്ളൂ. 2ാമത്തെ കാര്യം, നീ തമ്പുരാനോട് ചോദിച്ചിട്ട് കർത്താവ് കാണിച്ചു തരുന്ന ആളെ മാത്രമേ സ്വീകരിക്കാവുള്ളേ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദാസൻ പോയിട്ട് അടയാളം ചോദിക്കുമ്പോൾ അടയാളം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ് അവിടെ, അല്ലേ? ഈ ദാസൻ പറയാണ്, എനിക്കും ഒട്ടകത്തിനും വെള്ളം കോരി തരുന്ന ആള് അതായിരിക്കട്ടെ എൻ്റെ യജമാൻ്റെ മകൻ്റെ ഭാര്യ, അതായിരിക്കും എൻ്റെ അടയാളം. അതേപോലെ സംഭവിക്കുകയാണ്. അതേപോലെ തമ്പുരാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്, നിന്നോട് സംസാരിക്കുന്നുണ്ട്. നീ കർത്താവിനോട് ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കാതെ ചെവി അടച്ചു കളഞ്ഞാലാണ് അത് നാശത്തിന് കാരണമായിട്ട് തീരുന്നത്. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചതുപോലെ യൂദാസാണ്. ഈ യൂദാസിൻ്റെ അടുത്ത് കർത്താവ് എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്ത് നോക്കി. തമ്പുരാൻ കർത്താവ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു, നീ എന്നെ ഒറ്റിക്കൊടുക്കും, ഈ കൂട്ടത്തിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ യൂദാസ് ചിന്തിച്ചത് മുഴുവൻ അവൻ്റെ ബുദ്ധി കൊണ്ടാണ്. അതാണ് പറ്റിപ്പോയി. യൂദാസ് ഒന്നാം ദിനം തമ്പുരാൻ്റെ ശക്തിയിൽ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്ന ആളാണ് യൂദാസ്. യൂദാസിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം യൂദാസ് എന്ന് പറയുന്നത് ബറാബാസിൻ്റെ കൂടെ ഈ റോമ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദരെ മോചിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത തീവ്രവാദിയാണ്. ഈ തീവ്രവാദി ബറാബാസ് പിടിക്കപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷയില്ലാതെ വന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യനാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഏത് വഴിയുണ്ടോ ആ വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യനാണ് യൂദാസ്. യൂദാസ് ആ സമയത്താണ് കേൾക്കുന്നത് രക്ഷകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. രക്ഷകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. അയാൾക്ക് ഭയങ്കര ശക്തിയാണ്, ഈശോ. അതിനെക്കുറിച്ച് ഈ യൂദാസും കേട്ടിട്ടുണ്ട്. രക്ഷകൻ വന്ന് പിറക്കും, റോമാ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദരെ മോചിപ്പിക്കാനുള്ള യഹൂദരുടെ രാജാവ് വരും എന്നൊക്കെ ഈ മനുഷ്യനറിയാം. അങ്ങനെയുള്ള അറിവിൻ്റെ ബലത്തിലാണ് പുള്ളി നല്ല പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് ഇത്രയും ശക്തിയുള്ള കർത്താവിൻ്റെ കൂടെ യൂദാസ് കൂടെ ചേരുന്നത്. പക്ഷേ കർത്താവ് അവനെ കൂട്ടച്ചേർത്തങ്ങ് പിടിക്കും. എന്തിനാണെന്നറിയാവോ? അവന് മുന്നറിയിപ്പുകൾ കൊടുക്കാൻ, അവൻ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അവനെ ചേർത്ത് പിടിച്ച് 12 പേരിൽ ഒരുവനാക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവനെ കൂടെ കൊണ്ട് നടത്തിയിട്ട് കർത്താവ് പറയും, ദേ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരാളെന്നെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇതുപോലെ തല്ലുമേടിക്കും, എൻ്റെ മുഖത്ത് അവർ തുപ്പും, എന്നെ അടിക്കും, എന്നെ കൊല്ലും എന്നൊക്കെ കർത്താവ് യൂദാസ് കേൾക്കെ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ യൂദാസിൻ്റെ ചിന്ത എന്നാണെന്നറിയാവോ? കർത്താവ് വലിയ ശക്തനാണ്. ഈ വലിയ ശക്തി അവൻ പ്രകടിപ്പിക്കാത്തതാണ് ഈ കുഴപ്പം, പ്രകടിപ്പിക്കാത്തത്. അതുകൊണ്ട് യൂദാസ് തന്നെയാണെന്നാണ് പറയപ്പെടുക. യൂദാസാണ് ഈശോയെ രാജാവാക്കാൻ വേണ്ടി ശ്രമിക്കുക. രാജാവായാൽ യുദ്ധം ചെയ്യുമല്ലോ, രാജാവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെയാണ് പറയുക. അവസാനം യൂദാസ് ഒരു ചിന്ത തീരുമാനിക്കുകയാണ്, കർത്താവിനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ കർത്താവിനെ പീഡിപ്പിക്കും. ദേഹം നൊന്തു കഴിയുമ്പോൾ കർത്താവ് തനി സ്വഭാവം പ്രകടിപ്പിക്കും. കർത്താവ് ഒന്ന് തനി സ്വഭാവം പ്രകടിപ്പിച്ച ഒറ്റ ഒരുത്തിന് നേരെ നിൽക്കാൻ പറ്റില്ല. കാരണം യൂദാസിന് അത്രയ്ക്ക് ഉറപ്പാണ്. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. യൂദാസിൻ്റെ ചിന്ത 30 വെള്ളിക്കാശ് കയ്യിലും കിട്ടും, കർത്താവ് രക്ഷപ്പെട്ട് തിരിച്ചു വരും. കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം കർത്താവ് രക്ഷപ്പെട്ട് വന്നത് യൂദാസ് കണ്ടിട്ടുണ്ട്. കാരണം തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കർത്താവ് അവരുടെ ഇടയിൽ അപ്രത്യക്ഷനായിപ്പോയി, അവരുടെ ഇടയിലൂടെ കടന്നുപോയി. പല പ്രാവശ്യം അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് യൂദാസ് ഈ 30 വെള്ളിക്കാശിന് കർത്താവിന് ഒറ്റിക്കൊടുക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ 30 വെള്ളിക്കാശും മേടിച്ചുകൊണ്ട് അവൻ്റെ വഴിക്ക് പോയാൽ മതിയായിരുന്നു. യൂദാസ് ഒറ്റിക്കൊടുത്തിട്ട് കർത്താവ് തിരിച്ചു വരുന്നത് നോക്കി നിൽക്കുക. അപ്പോഴാണ് കർത്താവ് ഇത്രമാത്രം തല്ല് മേടിച്ചിട്ടും തിരിച്ച് പ്രതികരിക്കാതെ നിൽക്കുന്നത് കാണുക. അതുകൊണ്ടാണ് യൂദാസ് തിരിച്ച് അവിടെ ചെന്നിട്ട് ഇതൊക്കെ എറിഞ്ഞിട്ട്, ഇത് നിങ്ങൾ എടുത്തോ, എൻ്റെ കർത്താവിനെ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുക. അവരത് തിരിച്ചു തരാതെ വരുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ്
ഒരിക്കലും കർത്താവിന് പോലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് പറഞ്ഞ് അവനത് എറിഞ്ഞു കളഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. എത്ര പ്രാവശ്യം തമ്പുരാൻ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തതാ, കൂടെ നടത്തി മുന്നറിയിപ്പ് കൊടുത്തതാ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചാലേ നമ്മൾ നാശത്തിലേക്ക് പോവുള്ളൂ. ഈ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? കർത്താവിൻ്റെ സ്വരം നീ കേൾക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ തമ്പുരാൻ കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് പറയുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാൻ, അത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ആദ്യം ചെയ്യേണ്ടത് കർത്താവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അന്ത്യനാളിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത് ഈ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കണം. ഇതിനെ മറികടക്കാൻ എന്താണ് വഴിയെന്ന് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കണം. ഇത് വായിച്ചാൽ മതി, നീ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് വായിക്കാതെ പോവല്ലേ. നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാവോ? തമ്പുരാൻ കർത്താവ് വെളിപ്പെടുത്തി കൃത്യമായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത് വായിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും മുഴുവനായിട്ടൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചില വാക്യങ്ങൾ, ബൈബിളിലെ ചില വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നേനെ. ഇന്നത് ചെയ്യുക എന്നുള്ള ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേട്ടേനെ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചേനെ. എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നവനാണ്, നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. തമ്പുരാൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് കൊടുക്കണം, കൂടെ ഒന്ന് ഇരുന്ന് കൊടുക്കണം. ഈ മർത്താ മറിയത്തിൻ്റെ കാര്യത്തിൽ മർത്ത ഇങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് ചങ്ക് പറിച്ച് നടക്കുകയാണ്. കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഇതുപോലെ ഓടി നടക്കുന്ന ഒരു സ്ത്രീ. അത് എന്ത് കഷ്ടപ്പാടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ മറിയം ഒന്ന് കാൽക്കിൽ ഇരുന്ന് കൊടുത്തു. കർത്താവ് പറഞ്ഞു, അവളാ നല്ലത് തിരഞ്ഞെടുത്തത്. കർത്താവ് നമ്മളെക്കുറിച്ച് ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ഇരുന്ന് കൊടുത്താൽ അവൻ നമ്മളോട് സംസാരിക്കും. ആ കാൽക്കിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ അവൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. നിന്റെ ആവലാദികൾ നീ കർത്താവിനോട് പറഞ്ഞാൽ തമ്പുരാൻ കർത്താവ് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ തരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നിരുന്ന് കൊടുക്കണം. ഒന്നിരുന്ന് കൊടുത്താൽ തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അച്ഛൻ ഈ പറയുന്നത് ഇത്രയും ഉദാഹരണങ്ങൾ അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നും തമ്പുരാൻ കർത്താവ് നമ്മളുടെ കൂടെയുണ്ട് എന്നത് സൂചിപ്പിക്കാൻ, നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയാൻ. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി നീ ഒത്തിരി സ്ഥലത്തൊന്നും ഓടി നടക്കണ്ട. നിന്നോട് വ്യക്തിപരമായി കർത്താവ് സംസാരിക്കും. നിന്നോട് മാത്രമായി കർത്താവ് സംസാരിക്കും. ഓരോ കാര്യത്തിലും കർത്താവിന് അഭിപ്രായമുണ്ട്. നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കർത്താവിന് അഭിപ്രായമുണ്ട്. നീ അത് കേൾക്കണം. നീ ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് പോകുമ്പോൾ തമ്പുരാനോടൊന്ന് പറഞ്ഞിട്ട് ചെയ്തോ, തമ്പുരാൻ നിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടത്തും, ഉറപ്പാണ്. ഏത് വഴിയിലൂടെ പോകണമെന്നുള്ളത് കർത്താവ് നിന്നോട് പറയും, ഉറപ്പാണ്. നിന്റെ വീട്ടിലൊരു അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ, നീ വേറെ ഒരിടത്തും കരയാൻ പോകണ്ട. തമ്പുരാൻ കർത്താവിൻ്റെ മുന്നിൽ പോയി ഒരു 10 മിനിറ്റ് ഇരുന്നേ, ഒന്ന് 10 മിനിറ്റ് ഇരുന്നേ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നിത്യാരാധന ചാപ്പലോടത്ത് പോയി ഒരു 10 മിനിറ്റ് തമ്പുരാൻ്റെ മുമ്പിൽ പോയി ഒന്ന് ഇരുന്നേ. തമ്പുരാൻ നിന്നെ കൃത്യമായിട്ട് പറഞ്ഞ് നടത്തിക്കോളും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് കണ്ണടയ്ക്കാം. തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. കഴിഞ്ഞ ഒരു കാലഘട്ടം മുഴുവൻ കർത്താവ് എന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. ചില സ്വപ്നങ്ങളിലൂടെ, ചില വ്യക്തികളിലൂടെ, എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്, അതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്ക് നന്മയായേനെ എന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടില്ലേ. ചില വൈദികരിലൂടെ ചില സമയത്ത്, ചില വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്ന സമയത്ത്, വെറുതെ നടന്നു പോയ സമയത്ത് കേട്ട ചില വചനങ്ങൾ, ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത്, അത് ഞാൻ അന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ചില സമയത്ത് ഞാനൊന്ന് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ ചില വചനങ്ങൾ കിട്ടിയത്, അത് ഞാനൊന്ന് തുറന്നു നോക്കിയത്, അത് എൻ്റെ മനസ്സിലേക്ക് പതിപ്പിച്ചിരുന്നുവെങ്കിൽ, അതനുസരിച്ച് ഞാനൊന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് സംഭവിക്കുകയില്ലായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും ചില സ്വരങ്ങൾ കേൾക്കുന്നത്, ചില കാര്യങ്ങൾ ഞാൻ കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളായിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിയുക. ഇനിയെങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൻ്റെ അടുത്ത് ഒന്നൊന്ന് ചേർന്നിരിക്കുവാൻ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ നമുക്ക് നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കാം. എൻ്റെ നല്ല തമ്പുരാനെ, എൻ്റെ ഹൃദയത്തിൽ വാഴുന്നവനെ, എൻ്റെ ഹൃദയത്തിലിരുന്ന് എൻ്റെ ആത്മാവിൻ്റെ സ്വരമായി എന്നോട് സംസാരിക്കുന്നവനെ, എൻ്റെ കൂടെ എൻ്റെ കരം പിടിച്ച് നടക്കുവാൻ എനിക്ക് വേണ്ടി മാത്രമായ ഒരു കാവൽ ദൂതനെ സൃഷ്ടിച്ചവനെ, നിൻ്റെ സ്വരം കേൾക്കുവാനുള്ള കൃപ തരണമേ. ആത്മാവിലേക്ക് കർത്താവെ നിന്നെ സ്വീകരിച്ചിരുത്തുവാനുള്ള കൃപ തരണമേ. ഞാൻ ഏത് വഴിക്ക് ഇറങ്ങുമ്പോഴും
തമ്പുരാനെ നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകുവാനുള്ള മനസ്സിൻ്റെ ഒരുക്കം എനിക്ക് തരണമേ. ഞാൻ ഇറങ്ങിപ്പോകുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണെന്നുള്ള ബോധ്യം എനിക്ക് തരണമേ. ഏതൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പും നിന്നോട് ചോദിച്ച് തീരുമാനിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളോടൊപ്പം എപ്പോഴുമുള്ള സഹായകയായവളെ, കാനായിലെ കല്യാണ നാളിൽ അവരുടെ അത്യാവശ്യങ്ങളിലൊക്കെ ഇടപെട്ടവളെ, ദൈവത്തിൻ്റെ സ്വരം സ്വീകരിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. കാനായിലെ കല്യാണ നാളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തത് നീയല്ല. നീ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ നിന്നോട് പറയുന്നത് എന്താണോ അത് ചെയ്യേ. ഇന്നും അവൻ നിന്നോട് പറയുന്നത് എന്താണോ അത് ചെയ്യുമെന്ന് നീ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളുടെ കാതുകൾ തുറക്കാൻ കൂടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കണ്ണുകൾ, ആത്മീയമായ കണ്ണുകൾ തുറക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ.